ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് മൂന്നാമത്തെ തലപ്പൊലിയാണ് കേട്ടോ. 4 തലപ്പൊലിയുള്ള കേട്ടോ. നാളെ കൂടെ കേട്ടോ അവസാന ദിവസം. അപ്പോൾ നമ്മൾ ശനിയാഴ്ച സ്കൂളിൽ ദിവസം നോക്കിയിട്ട് പോണ ചെന്ന് അപ്പോൾ നല്ല മേളം. നമ്മൾ ചെന്ന് കുറച്ച് നേരം നിന്നപ്പോഴേക്കും മേളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ആനകളെ നടക്കിലേക്ക് കൊണ്ടുവന്ന് തൊഴിക്കാനൊക്കെ വരുന്ന അറിയാൻ വേഗം അവിടെ നിന്ന് തന്നെ നമ്മൾ എന്നിട്ട് വലം വെച്ചിട്ട് നമ്മുടെ ക്ഷേത്രപാലകൻ്റെ വന്നു നിന്നു കേട്ടോ. ആന അങ്ങോട്ട് വരും നമുക്ക് തന്നെ അറിയാം മുന്നേ തന്നെ. അപ്പം ഇവരേനെ കൊണ്ട് നടക്കണം ഇത്തിരി സീനാണ് കേട്ടോ. കാരണം ഇവരേനെ തലയിലും വയ്ക്കണം. ആനപ്പുരം കഴിയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ ഗോപുരത്തിനവിടെ വന്ന് നിന്ന് കുറച്ച് നേരം അവിടെ കുറച്ച് നേരം മേളം കൊട്ടു കേട്ടോ. തിടമ്പെടുത്തുണ്ടാകുന്ന ആന വന്ന് തൊഴുത് കോലൊക്കെ ഇറക്കി വെച്ചു കൂട്ടാം. എന്നിട്ട് അവർ ആനച്ചമയങ്ങളൊക്കെ ഊരി വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നത്തെ പോലെ അവസാനം ഒരു വെടിക്കെട്ടുണ്ടാവും കൂട്ടാം. ആദ്യം കഥന പൊട്ടിയതിന് ശേഷമാണ് ഇത് പൊട്ടുക. അതും കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ മൂന്നാമത്തെ തലപ്പൊലി ഇന്നത്തെ ദിവസം കഴിഞ്ഞു കൂട്ടാം. ഇനി നമുക്ക് 4ാം തലപ്പൊലി വെളുപ്പിന് തുടങ്ങും കൂട്ടാം. അപ്പം നമ്മുടെ താലപ്പൊലി നമുക്ക് കൊടുങ്ങല്ലൂർക്കാർക്ക് ഇതാണ് നമ്മുടെ താലപ്പൊലി എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് മീനഭരണി ഇല്ല കേട്ടോ. എല്ലാവരും നമ്മളെ കളിയാക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ നല്ലോണം ഭരണിപ്പാട്ട് അറിയില്ല എന്നിട്ട് നമുക്ക് ഭരണി എല്ലാ ആഘോഷം നമ്മുടെ ആഘോഷം താലപ്പൊലിയാണ്. നാളെ ഞായറാഴ്ചയും കൂടി ഉള്ളൂ താലപ്പൊലി, 4ാം താലപ്പൊലി ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ താലപ്പൊലി അവസാനിച്ചു. അപ്പോൾ താലപ്പൊലിക്ക് വരുന്ന കലോത്സവത്തിന് പോകണമെന്ന് നിങ്ങളെ തീരുമാനിക്കട്ടെ. അതാണ് നമ്മുടെ വിശേഷങ്ങൾ. താങ്ക് യു.